നിലമ്പൂരിൽ നിന്ന് സേഫ് ചേരുകയാണ്. സേഫ്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഒരു ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ നിലമ്പൂരിൽ നടക്കുക. പ്രത്യേകിച്ച് M സ്വരാജ് നിലമ്പൂരുകാരൻ തന്നെയാണ്. SFIയിലൂടെ SFI ജില്ലാ സെക്രട്ടറിയായി അവിടെ പ്രവർത്തിച്ച ഒരാൾ, ആ മണ്ണിനെ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാൾ. അങ്ങനെ എന്തുകൊണ്ടും CPM തിരഞ്ഞെടുത്തിരിക്കുന്നത് അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് രാഷ്ട്രീയമായി വിലയിരുത്താൻ കഴിയുക? അജി, ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അടുത്ത 20-21 ദിവസം നിലമ്പൂരിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടി CPM തീരുമാനിച്ചിരിക്കുന്നു. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഒറ്റവാചകത്തിൽ നമുക്ക് അങ്ങനെ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞകാല നിലമ്പൂർ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയം മാത്രമല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ട് മുന്നണികളും പലതരത്തിലുള്ള സമവാക്യങ്ങൾ പരീക്ഷിക്കുന്നതാണ് തെരഞ്ഞെടുപ്പുകളിൽ കാണാൻ കഴിഞ്ഞത്, പ്രത്യേകിച്ച് CPM. കാരണം സ്വതന്ത്രനെ നിർത്തുന്നു. ഈ സ്വതന്ത്രനെ നിർത്തുക എന്ന് പറഞ്ഞാൽ അതിന് പലതരത്തിലുള്ള സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പാർട്ടി നിന്നാൽ ഒരുപക്ഷെ പുറകോട്ട് പോകുമെന്ന് തോന്നലുള്ള സ്ഥലങ്ങളിലാണ് സ്വതന്ത്രനെ നിർത്തി പരീക്ഷണം CPM നടത്തുന്നത്. ഇവിടെ ഒരു പരീക്ഷണമായി CPM അതിനെ കാണുന്നില്ല. CPM ഇവിടെ ജയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ആ പോരാട്ടം നടത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ല, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, CPMന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, ഇടതുമുന്നണിയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, ഇടത് സർക്കാരിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് PV അൻവറിനെയും UDFനെ നേരിടാൻ വേണ്ടി CPM തീരുമാനിച്ചു. അതാണ് M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. പലതരത്തിലുള്ള പേരുകൾ CPM നേതൃത്വത്തിൻ്റെ പരിഗണനയിലേക്ക് വന്നിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനകത്ത് കർശനമായ നിലപാട് സ്വീകരിച്ചു. M സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയാകണം എന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മലപ്പുറം ജില്ലാ നേതൃത്വത്തിന് മുന്നിലേക്ക് വന്നിരുന്നു. സ്വരാജുമായി സംസാരിച്ചിരുന്നു. പക്ഷേ സ്വരാജ് ആദ്യഘട്ടത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം ഈ പാർലമെൻ്ററി രംഗത്ത് നിന്നൊക്കെ വിട്ടുനിന്ന് പാർട്ടി പ്രവർത്തനം, ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, എഴുത്ത്, സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള സത്യാനന്തര പരിപാടി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ച് പോവുകയാണ് സ്വരാജ് ചെയ്തിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ രാഷ്ട്രീയ മത്സരം തന്നെ നടത്തണം എന്ന നിർദ്ദേശം പാർട്ടിക്ക് മുന്നിലേക്ക് വെക്കുകയും പാർട്ടി അത് ഒറ്റക്കെട്ടായി അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് M സ്വരാജ്, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജിൻ്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം. ഇനി ഒരു മത്സരം നടത്തുന്നത് ആരൊക്കെ തമ്മിലാണ്? UDFും LDFും മാത്രം തമ്മിലാണോ? അല്ല. ഇവിടെ മത്സരം നടക്കാൻ പോകുന്നത് LDF PV അൻവറിനോടും അതുപോലെ തന്നെ UDFിനോടും ഒരേപോലെ മത്സരിക്കാൻ പോവുകയാണ്. പിണറായിസത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് LDF വിട്ട് UDFിലേക്ക് അൻവർ എത്തിച്ചേരുന്നത്. UDFിലേക്കുള്ള പ്രവേശനവും മറ്റ് അതിൻ്റെ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. UDFിനോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്തിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അൻവർ അതിൻ്റെ ഭാഗമായി മാറുന്നത്. അവിടെ CPM ഏതെങ്കിലും ഒരു പൊതു സ്വതന്ത്രനെ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബദൽ രാഷ്ട്രീയമല്ല എന്ന ബോധ്യം CPM നേതൃത്വത്തിന് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രചരണ രംഗത്ത് സജീവമാകാൻ പോകുന്ന വിഷയങ്ങൾ, കഴിഞ്ഞ 9 വർഷത്തെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, നിലമ്പൂർ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്നതിനൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി സംസാരിക്കും. ഇപ്പോൾ മലയോര മേഖല ഒരുപാടുള്ള സ്ഥലമാണ് നിലമ്പൂർ. അതിവിടുത്തെ വനം, വന്യജീവി അക്രമം, വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായി, രാഷ്ട്രീയ വിഷയമായി ഉയർന്ന് വരികയും ചെയ്യും. അങ്ങനെ ഇനിയിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം മൊത്തം നിലമ്പൂരിലെ 7 പഞ്ചായത്തുകളിൽ ഒരു നഗരസഭയിലേക്കും കൂടി ഒതുങ്ങുകയാണ്. ആരോട് ചോദിച്ചാലും രാഷ്ട്രീയം പറയും. നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങി റോഡിലോട്ട് സംസാരിക്കുമ്പോൾ, ആഹാരം കഴിക്കാൻ പോകുന്ന കടയിൽ ചോദിച്ചാലും ഇപ്പോൾ രാഷ്ട്രീയമാണ് ആൾക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി 20-21 ദിവസം നിലമ്പൂരിൽ നല്ല ശുദ്ധമായ രാഷ്ട്രീയം നമുക്ക് കേൾക്കാൻ കഴിയും. മറ്റ് വിഷയങ്ങൾ, വിവാദങ്ങളുണ്ടാകും. തെരഞ്ഞെടുപ്പാണ്, പലതരത്തിലുള്ള വിവാദ വിഷയങ്ങൾ ഉയർന്നു വരും. അതിനൊപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിച്ഛേദം മുഴുവൻ നമുക്ക് നിലമ്പൂരിൽ നിന്ന് ഒപ്പിയെടുക്കാൻ കഴിയും. അജി, ഒപ്പം തന്നെ പിണറായിസത്തിനെതിരെയാണ് തൻ്റെ രാജി എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന PV അൻവർ. അവിടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇനിയുള്ള ദിവസം അവിടെ വരും, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം അദ്ദേഹം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏത് തരത്തിലുള്ള മറുപടി ആയിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി നൽകുക? നമുക്കറിയാം, M സ്വരാജ് ആദ്യം പറഞ്ഞത് LDF സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് അവിടെ ചർച്ചയാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു മറുപടി ആയിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? സേഫ്, PV അൻവർ ഉയർത്തിവിട്ട കുറേ വിഷയങ്ങളുണ്ട്. അത് ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ PV അൻവർ ഉയർത്തിയ കുറേ വിഷയങ്ങളുണ്ട്. അതിനകത്ത് ജെനുവിനായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട വിഷയം, അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം, RSS നേതാക്കൾ അജിത് കുമാർ കണ്ടതടക്കമുള്ള വിഷയങ്ങൾ, അങ്ങനെ കുറേ വിഷയങ്ങൾ, ജെനുവിനായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അത് പാർട്ടിയുടെ അണികൾ ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ കടന്നൽ കൂട്ടം, അൻവറിൻ്റെ നേതൃത്വത്തിൽ ഒരു കടന്നൽ കൂട്ടം തന്നെ CPMൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വിധത്തിൽ അത് നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. ഈ കടന്നൽ കൂട്ടത്തിൽ മേളിൽ നിന്ന് നയിച്ച ആളാണ് PV അൻവർ.
ആ അൻവർ ആദ്യഘട്ടത്തിൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ കുറച്ച് ജെനുവിനിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി അൻവറിന് പിന്തുണ നൽകിയ CPM-ന്റെ അണികൾ, നിലമ്പൂരിലെയും കേരളത്തിലുടനീളമുള്ള അണികൾ, പിന്നീട് അൻവർ ട്രാക്ക് മാറി പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് പോയതോടുകൂടി ആ പിന്തുണ കുറയുന്നു. CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ലക്ഷ്യം വെച്ച് അൻവർ എന്ന് പറയുന്ന പൊതു സ്വതന്ത്ര രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് CPM-ന്റെ അണികൾക്ക് അത് പിന്തുണയ്ക്കാൻ കഴിയില്ല. പിന്നീട് പിണറായിസത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, പിണറായിസം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാചകം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചപ്പോൾ അണികൾ പൂർണ്ണമായും പിന്തിരിഞ്ഞു. ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത് പാർട്ടി ഇവിടെ ഒറ്റക്കെട്ടായി അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ചലിപ്പിക്കുന്നത്. അതായത് അൻവറിനോട് എന്തോ ഒരു ബുദ്ധിമുട്ട് പാർട്ടിയുടെ അണികൾക്കുണ്ടായി, പഴയ സ്നേഹം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ പോരാട്ടം അത് രാഷ്ട്രീയ പോരാട്ടമാണ്. ഇപ്പോൾ എന്തായിരിക്കും CM പറയുക എന്നുള്ളത്, എൻ്റെ പുറകിൽ കാണുന്ന ആ വേദി തയ്യാറായി വരുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രി മറ്റന്നാൾ വൈകിട്ട് 4 മണിക്കാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ നിലമ്പൂർ ടൗണിന് തൊട്ട് അടുത്താണ്, ഈ വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം സ്വരാജിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. മുഖ്യമന്ത്രി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ 9 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അത് പറഞ്ഞുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി തുടങ്ങാൻ പോകുന്നത്. അത് നിലമ്പൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അത് മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും പറയും. കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെയുള്ള സമീപനങ്ങൾ ഉണ്ടപ്പോൾ UDF സർക്കാരിനോട് സ്വീകരിച്ച സമീപനം അത് പറയും. ഏറ്റവും ഒടുവിലായ അൻവറും പറയും മുഖ്യമന്ത്രി. കാരണം അൻവറിനെ പറയാതെ ആ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയാകില്ല. സാധാരണഗതിയിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പദവിയല്ല, പക്ഷേ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത് പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയങ്ങളിലേക്ക് വരുമ്പോഴാണ് മുഖ്യമന്ത്രി ആ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ച് മണ്ഡലത്തിൽ സജീവമായി മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഇവിടെ തുടക്കം കുറിക്കുന്നത് ആ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അത് മുഖ്യമന്ത്രി തന്നെ തീരുമാനമെടുത്തതായിരിക്കാം. ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം എന്നുള്ള തീരുമാനം എടുത്തതായിരിക്കാം. അതുകൊണ്ട് 1-ാം തീയതി വൈകുന്നേരം ഇവിടെ നിന്ന് തുടങ്ങുന്ന രാഷ്ട്രീയം അത് നിലമ്പൂർ മണ്ഡലത്തിലുടനീളം കത്തിപ്പടരും. അത് UDF അതിൻ്റെ മറുപടി പിറ്റേ ദിവസം അവരുടെ കൺവെൻഷൻ ഉണ്ട്, അതിന് മറുപടി ഉണ്ടാകും. അങ്ങനെ ഇനിയുള്ള 20 ദിവസം നമുക്ക് രാഷ്ട്രീയം പറയാം. അജി.